ഹലോ ഹലോ, എന്താ പോരുന്നുണ്ടോ എന്നോടൊപ്പം നെസിബേറിൻ്റെ കഥ കേൾക്കാനായിട്ട്? ഇത് ബൾഗേറിയയിലെ നമ്മുടെ അവസാനത്തെ ദിവസത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ നമുക്ക് ഒരാളെ പരിചയപ്പെടാം കേട്ടോ. ഇത് ഫിയോള. ചില യാത്രകൾ നമ്മൾ ചിലരെ കണ്ടുമുട്ടാറില്ലേ, അങ്ങനെ ബൾഗേറിയയിൽ നിന്ന് കിട്ടിയതാണ്. ജർമ്മനിയിൽ നിന്ന് വന്ന ഈ ഫിയോള. ഇത് ആക്ച്വലി ഞങ്ങളെ ഇന്ന് ഫിയോളയാണ് കൊണ്ടുപോകുന്നത്. വർഷത്തിൽ 2 തവണ ബൾഗേറിയയിൽ വരുന്ന ഫിയോളയ്ക്ക് ഇവിടെ എല്ലാം പരിചിതമാണ്. നമുക്ക് യൂറോപ്പിൽ ഒരുപാട് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ടൗണുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പഴക്കമുള്ള ഒരു ടൗണാണ് ഈ നെസിബേർ. ഏകദേശം 3000 വർഷം പഴക്കമുണ്ട്. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കണ്ടോ, സ്റ്റോൺ കൊണ്ടും മാത്രമല്ല തടിയൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഈ സ്ട്രീറ്റ് കണ്ടോ, ഈ ടൈലുകൾ കൊണ്ടൊന്നും അല്ല ഈ വഴികളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കൂട്ടം കല്ലുകളൊക്കെ ചേർത്ത് അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ വഴികളാണ്. ഇപ്പോഴും കാണാൻ എന്ത് ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ സ്ട്രീറ്റിൽ കൂടി ഓരോ കാഴ്ചകളും കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. 1983 നെസിബേർ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ചർച്ചാണ് കേട്ടോ. സെന്റ് സോഫിയ അല്ലെങ്കിൽ ഓൾഡ് മെട്രോപോളിയൻ ചർച്ച് എന്ന് പറയുന്നത്. അത് കാണാനാണ് ഞങ്ങളിപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 6-ാം നൂറ്റാണ്ടിൽ പണിത പള്ളിയാണ് കേട്ടോ ഇത്. അന്നത്തെ കാലത്തെ പ്രധാന കത്തീഡ്രലായിരുന്നു ഇവിടം. ഈ ചർച്ചിന് ഇപ്പോൾ മേൽക്കൂരകളൊന്നുമില്ല, വലിയ മതിലുകളും ആർച്ച് ഘടനകളും മാത്രമേ ഉള്ളൂ. ഇത്ര നൂറ്റാണ്ടുകളായിട്ട് കൂടിയും അതേ പൈതൃകത്തോടെ സംരക്ഷിക്കുന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. പിന്നെ ഈ സ്ട്രീറ്റ് നിറയെ ഹാൻഡ് മെയ്ഡ് ഷോപ്പുകളും ചെറിയ ഷോപ്പുകളും പിന്നെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ള ഒന്നാണ്. അപ്പോഴേക്കും നല്ല മഴയായിരുന്നു. ഞങ്ങൾക്ക് നല്ല വിശപ്പൊക്കെ ആയിട്ട് ഞങ്ങളിതേ ഈ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റായിട്ട് ബ്ലാക്ക് സീ കാണാമായിരുന്നു. ഞങ്ങൾ കുറച്ച് സലാഡ്സും പിന്നെ ഫിഷിൻ്റെയും ചിക്കൻ്റെയൊക്കെ കുറച്ച് ഐറ്റംസൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഓൾഡ് ടൗണിലിരുന്നിട്ട് ഞങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് ഈ സീ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് മഴയത്തിരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് വന്ന് കറങ്ങിയതിന് ശേഷം ഇനി ബോട്ട് വഴി സണ്ണി ബീച്ചിലേക്ക് തിരികെ പോവാണ്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. 88 years ഓൾഡ് വുമൺ ഞങ്ങളെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെക്കാളും നല്ല എനർജി ലെവലായിരുന്നു ഫിയോളയ്ക്ക്. ചില യാത്രകളിൽ പ്രത്യേകിച്ച് യാതൊന്നും ആഗ്രഹിക്കാതെ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന മനുഷ്യരുണ്ട്. കുറച്ച് സ്നേഹവും കുറച്ച് സമയവും പങ്കുവയ്ക്കും. പിരിയുമ്പോൾ അറിയാതെ കണ്ണ് നിറയും. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെയും ഈ അമ്മച്ചി ഞങ്ങൾക്കൊരു മെസ്സേജ് എല്ലാ ദിവസവും അയക്കാറുണ്ട് കേട്ടോ.